prestigious organization is led by a prominent personality this year as its president. He is none other than Mr. Saji Abraham. Let us hear what the president has to say about his one-year tenure as the president of this organization. Please, let me invite you up to the stage for his presidential address. ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചീഫ് ഗസ്റ്റ് ശ്രീ സുനിൽ ശ്രേഷ്ഠ, സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്ന വ്യക്തി എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘനാളായിട്ട് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയിൽ ഒരു സൗഹൃദം അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. എന്നതിനേക്കാളെല്ലാം ഉപരിയായി എന്തിന് ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മാധവ് ടി ഷോ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെ നമ്മളിൽ ഒരുവനായി അനേകരെ മാധ്യമരംഗത്തേക്ക് കൊണ്ടുവരുവാൻ, ഇൻക്ലൂഡിങ് നിങ്ങൾക്കറിയാം വളരെ പ്രഗത്ഭനായ കൃഷ്ണകിഷോറിനെ പോലും ദൃശ്യ മാധ്യമരംഗത്തേക്ക് അമേരിക്കയിൽ കൊണ്ടുവന്നത് ശ്രീ സുനിൽ ശ്രേഷ്ഠ. ആദ്യമായിട്ട് ഇവിടെ വന്നതിനുള്ളതായ സ്നേഹം അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 പതിറ്റാണ്ടായി പ്രസ്ഥാനത്തോടൊപ്പം ഞാൻ ഇവിടെ വന്നു. ഇന്നിവിടെ ഒരു കാലഘട്ടത്തിന് വിരാമം ഇടുകയാണ്. നമുക്കറിയാം, അമേരിക്ക രാജ്യമായി കടന്നു വരുമ്പോൾ നമ്മൾ വേണ്ടതായ രീതിയിൽ നമ്മളെ കാണുവാനോ ഒന്ന് അംഗീകരിക്കുവാനോ ഒരു ഹായ് പറയാനോ പോലും ചിലപ്പോൾ സമൂഹം വിമുഖത കാട്ടുന്ന സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അന്ന് ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല എന്ന സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനിവിടേക്ക് കടന്നു വരുന്നത്. 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചു. ആദ്യമായി കമ്മിറ്റി മെമ്പർ, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ 2005 2006 ഫൊക്കാന ഇലക്ഷനിലേക്ക് എനിക്ക് നൽകിയ ഒരു ഡെലിഗേറ്റ്ഷിപ്പ്, ആ ഡെലിഗേറ്റ്ഷിപ്പിൽ നിന്ന് സജി എബ്രഹാം എന്ന വ്യക്തി ഫൊക്കാനയുടെ അക്കാലത്ത് 2006 നടന്ന എൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മേടിച്ച് ജയിക്കുവാൻ സാധിച്ചത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും വന്ന വഴികൾ മറന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. എന്നും എക്കാലവും ജീവനുള്ളിടത്തോളം കാലം അത് ഞാൻ ഓർത്തിരിക്കും. പിന്നീട് ഫൊക്കാനായെന്ന് ഫോം അനുഭവപ്പെട്ടപ്പോൾ അതിൻ്റെ അഡ്ഹോc കമ്മിറ്റി പ്രവർത്തിച്ച് അതിൻ്റെയും തുടക്കക്കാരനാവാനായിട്ട് എനിക്കൊരു ഭാഗ്യം നിങ്ങളിലൂടെ ലഭിച്ചു. പിന്നീട് ഒരു പ്രാവശ്യം പോലും എൻ്റെ ഒരു നാഷണൽ കമ്മിറ്റി മെമ്പറൊന്നും ഞാനെതിരായിട്ടില്ല. കാരണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും, പക്ഷേ ഫോമെ വളർത്തുവാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കാരണത്രയും ഞാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് ഇവിടേക്കും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പലരും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, എന്താണ് സമൂഹത്തിന് ഇതുകൊണ്ട് എനിക്ക് നൽകുവാൻ സാധിച്ചത് എന്നാണ്, എന്താണ് ഞാൻ ചെയ്തത് എന്ന് മാത്രം വളരെ ചുരുക്കം വാക്കുകൾ പറയുന്നത്. ഞാൻ സെക്രട്ടറിയായും
ബഹുമാനപ്പെട്ട യാക്കോബ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ പേരിൽ കേരള സമാജത്തിൻ്റെ പേരിൽ ഒരു പിരിവും കേരള സമാജത്തിൽ നിന്ന് എടുക്കാതെ ഒരിക്കൽ കൂടി പറയുന്നു, കേരള സമാജത്തിന് കൊടുത്തിരുന്നെന്ന് പറയാൻ അന്ന് നമ്മളൊരു ലക്കടിപ്പ് നടത്തിയ ഒരു ഗോൾഡ് കോയിൻ ലഭിച്ചു. അന്ന് ഗോൾഡ് കോയിൻ ലഭിച്ചു ധരിക്കാണ്. ഞാനത് തിരിച്ച് കേരള സമാജത്തിന് കൊടുത്ത് അതിൻ്റെ കൂടെ ബാക്കി പൈസ ഇട്ട് അന്ന് ഫൊക്കാനയുടെ കാലഘട്ടം ഫൊക്കാനയിൽ ലഭിച്ച പൈസയും ഇട്ടുകൊണ്ടാണ് ഒരു വീട് നമ്മൾ, എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊരു വീട് വെച്ച് കൊടുത്തു. പിന്നീട് ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇതിൻ്റെ ഒരു പ്രസിഡന്റുമാർക്കും ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ വാർഡിൽ 37 തരം വീടുകൾ ഫോമ നിർമ്മിച്ച് നൽകി. അതിൻ്റെ താൽപര്യാന കർമ്മങ്ങളൊക്കെയും ആ പരിപാടിയുടെ ചെയർമാനായിട്ട് നാട്ടിൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. അതെല്ലാം ഞാൻ പറയുന്നത് എന്ത് ചെയ്തു, സജി എബ്രഹാമിന് കേരള സമാജം ഒരു അവസരം നൽകി. അത് ഒരിക്കലും ഒരു രീതിയിലും നിങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കുണ്ട്. കാരണം തിരിച്ച് ഞാൻ വന്നു. അതിന് കാരണമായത് പോൾ ജോസിൻ്റെ നിർബന്ധമാണ്. വീണ്ടും ഞാൻ തിരിച്ചിലേക്ക് വന്നപ്പോഴും സെക്രട്ടറിയായി വന്ന ഉടനെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ടൊന്നും ആഗ്രഹിച്ചില്ല. ഓരോ പടിപടിയായിട്ട് ഇതിൻ്റെ കർത്തവ്യങ്ങളൊക്കെയും ചെയ്തു. എനിക്ക് കഴിഞ്ഞ വർഷം 1 വർഷക്കാലം ഇതിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം നൽകി. ഈ കാലം അത്രയും അവിടെയും അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഏതാണ്ട് 50 വർഷത്തോടിപ്പോൾ അടുക്കുകയാണ് മലയാളി സംഘടനകൾ പലതും. നമ്മൾ 53ാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഇതിനെ നയിച്ച ഇതിൻ്റെ പ്രസിഡന്റുമാരുടെ ഒരു പ്രസിഡൻസ് ഫോറം രൂപീകരിക്കുവാൻ ഈ കഴിഞ്ഞ വർഷം നമുക്ക് സാധിച്ചു. വളരെ വിജയകരമായി അതിൻ്റെ 3 മീറ്റിങ്ങുകൾ നടന്നു. അതിൻ്റെ 3ാമത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെയും പറയും, ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ചെറിയ സാറ് വളരെ സീരിയസ് ആയിട്ട് നിന്ന ഒരു അന്തരീക്ഷത്തെ അദ്ദേഹത്തിൻ്റെ സ്വയസിദ്ധമായ കഴിവുകൾ കൊണ്ട് അങ്ങേയറ്റം മനോഹരമാക്കി തീർത്ത ആ നിമിഷങ്ങൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെയും നിങ്ങളൊക്കെയും അതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു. കഴിവിൻ്റെ പരമാവധി ഇതൊക്കെയും നല്ല രീതിയിൽ കുറ്റമറ്റതല്ലാത്ത രീതിയിൽ നടത്തുവാൻ സാധിച്ചു. അതിന് നന്ദി പറയേണ്ടത് എൻ്റെ ഈ സെക്യൂരിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാത്തുകുട്ടിയാണെങ്കിലും വിനോദാണെങ്കിലും ഇനിയാണെങ്കിലും ജോസിയാണെങ്കിലും ഓരോ കമ്മിറ്റി മെമ്പറും ഒരു പ്രാവശ്യം പോലും ഇത്രയും കമ്മിറ്റികളൊക്കെ നടന്നു. ഫിസിക്കലായിട്ടുള്ള കമ്മിറ്റി മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഒരു പ്രാവശ്യം പോലും സ്നേഹമല്ലാതെ ഒന്നും അവിടെ നടന്നില്ല. സ്നേഹത്തിൽ കൂടെ മാത്രം കമ്മിറ്റിക്കാരെന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു മനസ്സോടെ ഈ കേരള സമാജത്തിനെ നയിക്കുവാൻ കഴിഞ്ഞ 1 വർഷം സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലും ഒരു വലിയ സന്തോഷമായി ഈ വർഷം ഞാൻ ഓർക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് 2-3 പേരുടെ കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതായത് സാമ്പത്തികമായ സഹായങ്ങളില്ലാതെ ഒരു പ്രസ്ഥാനവും നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. ഈ വർഷത്തെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം താങ്ങായി കാണാതായി നിന്ന 3 പേരുടെ പേരുകൾ. ഒന്ന് നമുക്കറിയാം, മഹാരാജ ദിൽവാർ. എങ്ങനെയാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. സാധാരണ നമുക്കറിയാം ഇവിടെ മറ്റു പല റെസ്റ്റോറൻറ്റുകളുണ്ട്. എന്തേ അവരെ കൂടെ പരിഗണിക്കുന്നില്ല, എന്തേ അവർക്ക് ഓർഡറുകൾ കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളതായ ചെറുതായിട്ടുള്ള കമൻറ്റുകളൊക്കെയും കമ്മിറ്റിക്കാരിൽ നിന്നൊക്കെയും ചെറിയ അവസരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ അതിന് പറയാനുള്ളൂ. ദിൽബർ ഇതിൻ്റെ ഒരു ഭാഗമായി മാറി. എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു 4 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഇവിടെ നടക്കുന്നതായ ഒരു പരിപാടികൾക്കും ഓണം കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് ചോദിച്ചു ഇത്രയും നേരം പറയണ്ടക്ക
ഷാജി ബില്ല് വേണം, ദീപ ബില്ല് വേണം, ഹെമന ബില്ല് വേണം. സമയമുണ്ടല്ലോ, കുഴപ്പമില്ല. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു, എനിക്ക് അറിയണം, നിങ്ങൾ ബില്ല് തരണം, എനിക്ക് കാര്യങ്ങളെല്ലാം കണക്കുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതൊരു ബില്ല്, അതും എനിക്കെന്നെ അറിയത്തില്ല, നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു താല്പര്യവും സ്നേഹവും കരുതലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എന്നും എപ്പോഴും അവരെ കരുതിയിരുന്നത്, അവിടെ കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് ഈ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ടതായ ഉത്തരവാദിത്വ പ്രസിഡന്റ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതെങ്കിൽ മാത്രം. രണ്ടാമതായിട്ട് ഒരാളുടെ പേര് ഓർമ്മിക്കേണ്ടത് എബ്രഹാം ലിങ്കൺ. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ് അതിൻ്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ ഒരു വേണ്ടപ്പെട്ടയാൾ എന്നെ വിളിച്ച് കരയുകയാണ്. ഒരമ്മയുടെ വേദന, ഒരു ഭാര്യയുടെ വേദന, ഒരു വയ്യാത്ത കുഞ്ഞ്. ജോലി പോയി, അദ്ദേഹത്തിൻ്റെ ജോലിയിലാണ്, കമ്പനിയിലാണ് ഒരു ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. കരയുകയാണ്. നമുക്കറിയാം, അവർ അമേരിക്കയിലേക്ക് വന്നത് തന്നെ ആ കുഞ്ഞിൻ്റെ അസുഖം ഇവിടെ വന്നാൽ വേണ്ട ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കും എന്നുള്ളതായ ആഗ്രഹത്തിലാണ് അവർ അമേരിക്കയിലേക്ക് വന്നത്. നാട്ടിൽ കുഴപ്പമില്ലാതെ സെറ്റിലായിരുന്ന ഒരു ഫാമിലി. അപ്പം ആ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ ഉള്ള ഒരാളുടെ വീട്ടിൽ അവർ രണ്ടുപേരും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വീട്ടിൽ വന്നപ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ പേര് പറഞ്ഞു, എന്നെ വിളിച്ചു, ഇവിടെ അടുത്താണ്, വലിയ ആളുടെ കമ്പനിയിലാണ്, വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ. ഒരു സാഹചര്യമില്ല, കൂടാരത്തിനും പ്രശ്നങ്ങളായി, കമ്പനിക്ക് പ്രശ്നങ്ങളാണ്, ഒരാളിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഒട്ടുമില്ല. വിത്തള്ളി ഞാൻ കരഞ്ഞു. കാരണം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്തേ പറ്റും. എൻ്റെ ആ യാതനയുടെ സ്വരം ഒരു ഈഗോയുമില്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ, സജി ഞാനൊന്ന് നോക്കട്ടെ. സ്നേഹം എന്ന് പറഞ്ഞവരെ, അവരെ വ്യക്തിത്വം, അവരെ ആ ഓഫീസിൽ കീപ്പ് ചെയ്ത്, പുള്ളിക്കാരനെ അവിടെ ഓഫീസിൽ കീപ്പ് ചെയ്തിരുന്ന ന്യൂജേഴ്സിയിൽ അവർ വീടുമൊക്കെ മേടിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. എന്തിനാണ് ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ സാധാരണയായിട്ട് നടന്നു വളരെ ഹമ്പിളായിട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നില്ല അവരിലെ നന്മകളോ അവരിലെ പ്രവർത്തനങ്ങളോ അവരുടെ മനസ്സോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. റസൂലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിനും അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ഒരുപാട് സ്നേഹം ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ജുവല്ലേഴ്സ് ഈ പരിപാടി, ഈ വർഷത്തെ പരിപാടികൾക്ക് ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ സഹായിച്ച അവരെ 3 പേരെ ഓർക്കുന്നു. കൂടാതെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കമ്മിറ്റിക്കാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എങ്കിലും എന്നെ സംബന്ധിച്ച് 3 പേരുടെ പേര് ഞാനിവിടെ പരാമർശിക്കാതെ പോകുന്നത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ജോസിയെയും പ്രകാശിനെയും ജോർജിനെയും ഈ 3 പേരെയും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതായ സ്നേഹമറിയിക്കുന്നു. എല്ലാ കമ്മിറ്റിക്കാരും, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്തിലെ ഒരു വലിയ അധ്യായങ്ങളുടെ അവസാനിക്കുകയാണ്. നാളെ കാലം അവസരങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ അവസരങ്ങൾ, ഞാനായിട്ട് ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബഹളത്തിനൊന്നും പോകത്തില്ല. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സ്നേഹം തുടർന്നുണ്ടാകണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. Thank you, Saji, for that beautiful words, and it's a touching for us.